ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വെണ്ടയ്ക്കയും നമ്മുടെ വൻപയറുണ്ടല്ലോ അതും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുക്കാൻ വായോ. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് വൻപയറും പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അവിയലിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പോളം വൻപയർ തലേന്ന് രാത്രി ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാലും മതി. ഇനി നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ക്ലീൻ ആക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനും പാകത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. കാര്യം നമുക്ക് ഇതിന്റെ വെള്ളം ഒന്നും ആവശ്യമില്ല. അപ്പം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വൻപയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുതിർന്ന് വന്നതായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം വേവിച്ചെടുത്താൽ മതിയാവും. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പൊ ഇത് വേവുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ അരപ്പൊന്ന് തയ്യാറാക്കണം. അതിനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരകിയെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു കൈപ്പിടിയും കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം വലുതായിരുന്നു കുഞ്ഞുള്ളി, അതുകൊണ്ട് 2 ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒരു 3 4 ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. നമ്മൾ അവിയലിന് അരച്ചെടുക്കൂലേ അതുപോലെ ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയാൽ മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് അതാണ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ അരിഞ്ഞെടുക്കൂലേ അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പൊ ദാണ്ട് ആ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പൊ ദാണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം ആ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വൻപയറൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ എടുത്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ കുക്കറിൽ അതിന്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആണ്ടെ വൻപയർ ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം അങ്ങ് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് കളയണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കുക, നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്തല്ലോ ആ ഒരു സമയം അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഞാനത് വിട്ടുപോയതാണ്. അതുകൊണ്ട് ഞാനൊരു പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ രാവിലെ നല്ല വെപ്രാളത്തിലൊട്ടും സമയമില്ലാത്ത സമയത്താണ് എൻ്റെ വീഡിയോ പിടുത്തം കേട്ടോ. അപ്പൊ ഡ്യൂട്ടിക്ക് പോകണം, മോനെ സ്കൂളിൽ വിടണം, ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് സമയമില്ലായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി അതാണ് ഞാൻ പറഞ്ഞു വന്നത്, മഞ്ഞൾപ്പൊടി ചേർക്കാനും വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പൊ വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത സമയമില്ലേ ആ സമയത്ത് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാൻ. അന്നേരം വിട്ടുപോയതുകൊണ്ട് ഇപ്പം ചേർക്കുകയാണ്. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വൻപയർ വേവിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ആണ്ടേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ. ഇനി നല്ലപോലെ ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്ക നമ്മുടെ അരപ്പുണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പൊക്കെ ഇനി വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ. അപ്പൊ അതാണ്ട് ഇതുപോലെ അരപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് ഈ അരപ്പും കൂടെ ചേർത്തപ്പോൾ ഒരല്പം ഉപ്പ് കുറവാന്നൊരു ഫീല് തോന്നിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഈ ഫൈനൽ സ്റ്റേജിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെളിച്ചെണ്ണയുടെ അളവ് വളരെയധികം കുറയ്ക്കുന്നത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഒരു അവിയലാണ്, വെണ്ടയ്ക്ക വൻപയറാണ്. ഇതെന്റെ ഉമ്മാന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ അതാണ്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.